രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ എമൗണ്ട് കുറയുന്നത് മാത്രമാണോ രക്തക്കുറവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഹായ്, ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. രക്തത്തിൽ രക്തക്കുറവ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്ന ഹീമോഗ്ലോബിൻ എമൗണ്ട് കുറവാണെങ്കിൽ മാത്രമാണ് രക്തക്കുറവ് എന്ന് പറയുന്നതാണ്. പലരും വന്ന് പറയാറുണ്ട് എൻ്റെ ഹീമോഗ്ലോബിൻ കൗണ്ട് നോർമലാണ്. പക്ഷേ രക്തത്തിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹീമോഗ്ലോബിനും ഉണ്ട്, രണ്ട് ഫെറിറ്റിൻ എന്ന് പറയുന്നതുണ്ട്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഹീമോഗ്ലോബിനാണ് എല്ലാ വൈറ്റൽ ഫങ്ഷൻസ് എന്ന് പറയും, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്, അതായത് ഗ്യാസസ് എക്സ്ചേഞ്ച് അങ്ങനെയുള്ള വൈറ്റൽ ഫങ്ഷൻസിനൊക്കെ ഹീമോഗ്ലോബിനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എക്സസ് ഹീമോഗ്ലോബിൻ ഉപയോഗിച്ചിട്ട് ഹീമോഗ്ലോബിൻ സിന്തസൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള അയേൺ അത് സെൽസിലൊക്കെ ഫെറിറ്റിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മസിൽസിൽ സെൽസിലൊക്കെ ഫെറിറ്റിൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറായിട്ട്, ഒരു പ്രോട്ടീനായിട്ടാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറേജ് പ്രോട്ടീനാണ് അല്ലെങ്കിൽ ഫെറിറ്റിനാണ് ബാക്കിയുള്ള ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷനെ വെച്ചിട്ട് ബാക്കിയുള്ള ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ അഥവാ ബോഡിയിൽ ബ്ലഡിൽ കുറയുകയാണെങ്കിൽ ഉടൻ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ ഫെറിറ്റിൻ ലെവലിൽ നിന്ന് ഹീമോഗ്ലോബിനാക്കി കൺവേർട്ട് ചെയ്തിട്ട് ശരീരം ഉപയോഗിക്കുന്നത് കൊണ്ട് ഫെറിറ്റിൻ ലെവൽ മാക്സിമം കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ഹീമോഗ്ലോബിൻ ലെവൽ ബ്ലഡിൽ കുറയുന്നതായിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയൂ. അപ്പോൾ ഫെറിറ്റിൻ ലെവൽ കുറയാനുള്ള കൂടുതൽ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫെക്ഷൻസ് വരുന്നത്, വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫ്ലമേഷൻസ് വരുന്നവർക്കുണ്ട്. പിന്നെ അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വരുമ്പോൾ ഈ ഫെറിറ്റിൻ അയൺ സ്റ്റോറേജ് കണ്ടൻസ് ഫെറിറ്റിൻ നല്ലതായിട്ട് കുറയാറുണ്ട്. അപ്പോൾ മെയിൻലി പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഈ ഫെറിറ്റിൻ ലെവൽ, അയൺ ബൈൻഡിങ് കപ്പാസിറ്റി എന്നൊക്കെ പറയും, ആ ഫെറിറ്റിൻ ലെവൽ ഒക്കെ നോർമൽ ഏറ്റവും കുറഞ്ഞിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മെയിൻലി ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ഉണ്ടാവാത്തവർക്ക് ഏറ്റവും മെയിൻ കാരണം എന്ന് പറയുന്നത് ഫെറിറ്റിൻ ലെവലാണ്. അത് അറ്റാച്ച് ചെയ്യില്ല, അങ്ങനെ ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. അത് പിന്നെ വരുന്നത് മെയിൽസിലാണെങ്കിൽ ഈ സ്പേമിൻ്റെ കൗണ്ട് കുറയുക, അതിൻ്റെ മോട്ടിലിറ്റി കുറയുക, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഫെറിറ്റിൻ ലെവൽ ബാധിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാകും. അതിന് മെയിൻ കാരണം വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഫെറിറ്റിൻ ലെവൽ എങ്ങനെയാണ് കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ നോൺ ഹീം അയോണും അല്ലെങ്കിൽ ഹീം അയോണും ഉണ്ട്. അതായത് അബ്സോർബ് ചെയ്യുന്ന അയോണും ഉണ്ട്, അബ്സോർബ് ചെയ്യാത്ത അയോണും ഉണ്ട്. ഈ വെജിറ്റേറിയൻസിലൊക്കെ സാധാരണ അധികം ആഗിരണം ചെയ്യാത്ത അയണാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസ് ഭക്ഷണം കഴിക്കുമ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കൂടി കഴിച്ചാൽ മാത്രമേ അയൺ അബ്സോർബ് ചെയ്യുള്ളൂ. നോൺ വെജുകാർക്ക് അത് പ്രശ്നമല്ല, അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫെറിറ്റിൻ ലെവൽ കുറവാണെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ ഫെറിറ്റിൻ ലെവൽ കൊണ്ട് വരാറുണ്ട്. ഫെറിറ്റിൻ ലെവൽ കൂട്ടാനുള്ള മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ് കഴിക്കുക. വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഇൻഫ്ലമേഷൻസ് കുറക്കുക. അതോടൊപ്പം തന്നെ ഇൻഫ്ലമേഷൻസിൻ്റെയും അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിൻ്റെയും ഉള്ള മെഡിസിൻസ് കഴിച്ച് അതൊക്കെ നോർമലായി സൂക്ഷിച്ച് കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻസൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറം ഫെറിറ്റിൻ ലെവൽ നോർമലായി സൂക്ഷിക്കാൻ സാധിക്കും. താങ്ക് യു.